പ്രിയമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മുടെ 4ാം ക്ലാസ്സിലെ ഗണിതത്തിൻ്റെ ഒന്നാമത്തെ ചാപ്റ്ററാണ് നാലക്ക സംഖ്യകൾക്കൊപ്പം എന്നുള്ളതാണ്. നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ്? നാലക്ക സംഖ്യകൾക്കൊപ്പം. നാലക്ക സംഖ്യകളെക്കുറിച്ചുള്ള ഒരു യൂണിറ്റ്. നാലക്ക സംഖ്യകളും അവയ്ക്ക് സ്ഥാനവിലകൾക്കനുസരിച്ചുണ്ടാകുന്ന മാറ്റങ്ങളും സംഖ്യാരൂപീകരണവും ഈ യൂണിറ്റിലൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സംഖ്യകളുമായും ഗണിതക്രിയകളുമായും നമ്മളെല്ലാവരും ദിവസവും ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഗണിതം ജീവിതത്തിൽ അത്രയേറെ പ്രധാനമാണ് എന്നർത്ഥം. അതുകൊണ്ട് തന്നെ ഗണിതം രസിച്ചു പഠിക്കാൻ കുട്ടികളെ സഹായിക്കണം എന്നാണ് രക്ഷിതാക്കളോട് ഈ ഒരവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് കുട്ടി വീട്ടിലെ അന്തരീക്ഷത്തിലിരുന്നു കൊണ്ടാണ് കുട്ടി പഠനം നടത്തുന്നത്. ഏതായിരുന്നാലും നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, നാലക്ക സംഖ്യകൾക്കൊപ്പം. വിദ്യാലയത്തിലേക്ക് എന്നൊരു ഹെഡിങ് കാണാം നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ. നോക്കൂ, വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി. റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിൽ പോയി. അങ്ങനെ സ്കൂൾ ബസാറിൽ പോയി കുറേ സാധനങ്ങൾ അവർ വാങ്ങിയിട്ടുണ്ട്. പിന്നെ മോളെന്താ പറയുന്നത് നോക്കൂ, അച്ഛാ എനിക്ക് പുതിയ ബാഗ് കൂടി വേണം. അപ്പോൾ ബാഗും കൂടെ വേണം, വേറെന്തൊക്കെയോ വാങ്ങിയിട്ടുണ്ട്, ഇനിയൊരു ബാഗും കൂടെ എനിക്ക് വാങ്ങിത്തരൂ എന്നാണ് ആ മോള് പറയുന്നത് അല്ലേ. നോക്കൂ താഴെ എന്താ ഇത് നോക്കൂ, 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഒരു ഉടുപ്പുമാണ് അവർ വാങ്ങിച്ചത്. എന്തൊക്കെയാണ് അവർ വാങ്ങിച്ചത്? 250 രൂപ വിലയുള്ള ഒരു കുടയും 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളും 700 രൂപ വിലയുള്ള ഒരു ഉടുപ്പും. ഇത്രയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്തൊക്കെയാണ് അവർ വാങ്ങിച്ചിട്ടുള്ളത്, എത്ര രൂപയായി എന്നുള്ളത് അല്ലേ. അപ്പോൾ നമ്മുടെ താഴെ ചോദിക്കുന്നു ആകെ എത്ര രൂപയായി. അപ്പോൾ നമുക്കവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു ചോദ്യം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവണം അത് കൂട്ടാനാണോ അല്ലെങ്കിൽ കുറക്കാനാണോ ഗുണിക്കാനാണോ ഹരിക്കാനാണോ എന്ന ചോദ്യം കാണുമ്പോൾ മനസ്സിലാക്കണം. അവിടെയാണ് നമ്മൾ കണക്ക് പഠിച്ചു എന്ന് പറയാം. അങ്ങനെ ആവുമ്പോഴേ നമ്മൾ കണക്ക് പഠിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? കൂട്ടണം അല്ലേ. 250 രൂപ വിലയുള്ള ഒരു കുട, അവിടെ വേറൊന്നും ചിന്തിക്കാനില്ല, 250 എന്ന് അങ്ങോട്ട് ചെയ്താൽ മതി. 250ൻ്റെ കൂടെ വേറെ എന്താ കൂട്ടേണ്ടത്? 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് പുസ്തകങ്ങളാണ്. നോക്കൂ, 10 രൂപ വീതം വിലയുള്ള 5 നോട്ട് ബുക്ക്. അപ്പോൾ ഒരു നോട്ട് ബുക്കിൻ്റെ വില 10 രൂപ, 2 നോട്ട് ബുക്കിൻ്റെ വില 20 രൂപയായി. 3 നോട്ട് ബുക്ക് 30 രൂപ, 4 നോട്ട് ബുക്ക് 40 രൂപ, 5 നോട്ട് ബുക്കിന് 50 രൂപ വിലയായി അല്ലേ. 5 നോട്ട് ബുക്കിന് 50 രൂപ വിലയായി. അപ്പോൾ നമ്മളിവിടെ 250ൻ്റെ കൂടെ കൂട്ടേണ്ടത് എത്രയാണ്? 50 ആണ്. 250 പ്ലസ് 50 എന്താ? 50. 5 നോട്ട് ബുക്ക്, 10 രൂപ വിലയുള്ള 5 നോട്ട് ബുക്ക്. ഇനി എന്തെങ്കിലും കൂട്ടാനുണ്ടോ? ഒരു 700 രൂപ വിലയുള്ള ഒരു ഉടുപ്പും. അപ്പോൾ ഒരു 700 കൂടെ. അപ്പോൾ ഏതൊക്കെ സംഖ്യകൾ നമ്മൾ കൂട്ടുന്നത്? 250 പ്ലസ് 50 പ്ലസ് 700. കണ്ടോ ടോട്ടൽ എത്ര കിട്ടും? നമുക്ക് 1000 എന്നുള്ളൊരു ആൻസർ കിട്ടും. അതാണ് ഇവിടെ നിങ്ങൾ എഴുതേണ്ടത്. 1000 രൂപ കൂട്ടണം, ക്രിയ സൈഡിൽ കാണണം. ഓക്കെ, നെക്സ്റ്റ്, അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 100 രൂപ നോട്ടുകളാണ് എങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? അപ്പോൾ നോട്ടുകളെ കുറിച്ച് നമുക്ക് അറിവ് വേണം. നോട്ടുകൾ കാണാത്ത ആരുമില്ല, എല്ലാ കുട്ടികളും നോട്ട് കണ്ടവരാ അല്ലേ. 100 രൂപയുടെ നോട്ട്, മുഴുവനും 100 രൂപയുടെ നോട്ട്, കടയിൽ കൊടുക്കേണ്ടത് 1000 രൂപ. അപ്പോൾ എത്ര 100 രൂപ നോട്ട് കൊടുക്കണം? 4 എണ്ണം കൊടുത്താൽ മതിയോ? പോരാ അല്ലേ. 5 എണ്ണം കൊടുത്താൽ മതിയോ? പോരാ. 6 എണ്ണം കൊടുത്താൽ മതിയോ? പറ്റില്ല അല്ലേ. നമുക്കറിയാം എത്ര 100 രൂപ നോട്ട് കൂട്ടിയാലാണ്, അല്ലെങ്കിൽ എത്ര 100 രൂപ നോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചാലാണ് 1000 രൂപയാവുക എന്നുള്ളത്. എത്രയാ? 10 രൂപ 10 എണ്ണം അല്ലേ. 10 എണ്ണം 100 രൂപ നോട്ടുകൾ വെച്ചാലാണ് 1000 രൂപയാവുക. കിട്ടിയല്ലോ. അപ്പോൾ അവിടെ ആൻസർ കിട്ടിയല്ലോ. ആൻസർ ഇങ്ങനെ ഞാൻ പറയല്ല കേട്ടോ, നിങ്ങൾ സ്വയം ചെയ്യും എന്നുള്ള വിശ്വാസം ഉണ്ടായതുകൊണ്ടാണ് ഇത് പറയുന്നത്. നിങ്ങളൊക്കെ മിടുക്കരും മിടുക്കികളുമാണ് കേട്ടോ.
ഇതിങ്ങനെ കേട്ടത് അവിടെ എഴുതി വെക്കല്ല, ക്രിയകളൊക്കെ ചെയ്യാൻ മനസ്സിലാക്കുക. 500 രൂപ. എന്നിട്ട് നമ്മൾ ഒരു 500 രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം? ഇപ്പം മുഴുവൻ 500 രൂപ നോട്ടാണ്. അച്ഛൻ്റെ കയ്യിൽ 500ൻ്റെ കെട്ടുകളാണ്. കടയിൽ എത്ര കൊടുക്കേണ്ടത്? 1000 രൂപ അല്ലേ? അപ്പോൾ എത്ര 500 നോട്ട് കൊടുക്കണം? 10 500 നോട്ട് കൊടുക്കണോ? വേണ്ട. 5 500 നോട്ട് കൊടുക്കണോ? വേണ്ടാന്നേ. പിന്നെ എത്ര 500 നോട്ട് കൊടുക്കണം? പറയൂ, എത്ര 500 നോട്ട് കൊടുക്കണം? നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പറയുന്നില്ല. എത്ര 500 നോട്ട് കൊടുക്കണം? അതെ, വെരി ഗുഡ്, വെരി ഗുഡ്. 2 500 രൂപ നോട്ട് കൊടുക്കണം അല്ലേ? ഇപ്പോൾ നിങ്ങൾ 2 എന്ന് എഴുതണം കേട്ടോ. കയ്യിലുള്ളത് 1000 രൂപ നോട്ടുകൾ മാത്രമാണ്. അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം 1000 രൂപയുടെ നോട്ടുകളാണ്. എങ്കിൽ എത്ര കൊടുക്കണം? 2000 നോട്ട്, 2000 നോട്ട് കൊടുക്കണോ കടക്കാരന്? വേണ്ട വേണ്ട, ഒറ്റ നോട്ട് കൊടുത്താൽ മതി. കടയിൽ കൊടുക്കാനുള്ളത് 1000 അല്ലേ ഉള്ളൂ. 1000 നോട്ട് കൊടുത്താൽ പോരെ? യെസ്. അങ്ങനെ എന്ത് ചെയ്തു? റീനക്ക് 500 രൂപ വിലയുള്ളൊരു ബാഗും കൂടെ വാങ്ങിച്ചു. 1000 നോട്ടിപ്പോൾ കാണുന്നില്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, എന്താ പറഞ്ഞത്? റീനക്ക് 500 രൂപ വിലയുള്ള ഒരു ബാഗും കൂടെ വാങ്ങിച്ചു. അപ്പോൾ ഓൾറെഡി 1000 രൂപ കടയിൽ കൊടുക്കാനുണ്ട്. അതോടൊപ്പം ഒരു 500 രൂപയുടെ എന്ത് ചെയ്തു? യെസ്, ബാഗും കൂടെ വാങ്ങിച്ചു. എന്നിട്ട് നമ്മളോട് പറയാം കടയിലാകെ എത്ര രൂപ കൊടുക്കാനായി. അപ്പോൾ നേരത്തെയുള്ള 1000ൻ്റെ കൂടെ എന്ത് കൂട്ടണം? ഒരു 500 കൂടെ കൂട്ടണം. അപ്പോൾ ഇവിടെ ഒരു സംഖ്യ കിട്ടൂലേ? നിങ്ങൾക്ക് എഴുതാൻ കിട്ടും അല്ലേ? 1000 + 500 രണ്ടും കൂടെ കൂട്ടുമ്പോൾ അതന്നെ 1500. ഇവിടെ എഴുതണം കേട്ടോ മക്കളെ. പിന്നെ നോക്കൂ, കടയിൽ കൊടുത്തത് 1000 രൂപയുടെയും 100 രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം വീതം കൊടുക്കണം? അതായത് കടയിൽ കൊടുക്കാനുള്ളത് 1500 രൂപയാണ്. കണ്ടോ? കയ്യിലുള്ളത് 100 രൂപയുടെയും 1000 രൂപയുടെയും നോട്ടുകളാണ്. അപ്പോൾ 1000 രൂപ നോട്ടുകൾ എത്ര എണ്ണം എടുക്കണം? പോക്കറ്റിൽ നിന്ന് 100 രൂപ നോട്ടുകൾ എത്ര എണ്ണം എടുക്കണം? നമുക്കറിയാം 1000 രൂപയുടെ നോട്ട് 2 എണ്ണം എടുക്കണോ? വേണ്ട. കടയിൽ കൊടുക്കാൻ 1500 പോരെ, 1000 നോട്ട് എടുക്കണം അല്ലേ? പിന്നെ എത്ര? 500. അപ്പോൾ 1000 നോട്ട് മുറിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണം? 100ൻ്റെ നോട്ടുണ്ട് പോക്കറ്റിലേ. 100ൻ്റെ നോട്ട് എത്ര എണ്ണം എടുക്കണം? 2 നോട്ട് 200ആയി. 3 നോട്ട് എടുത്തപ്പോൾ 300ആയി. 4 100ൻ്റെ നോട്ട് എടുത്തപ്പോൾ 400ആയി. 5 100ൻ്റെ നോട്ട് എടുത്തപ്പോൾ 500ആയി. അപ്പോൾ 100ൻ്റെ എത്ര നോട്ട് എടുക്കണം? 100ൻ്റെ 5 നോട്ട് എടുത്താൽ പോരെ? 1000ൻ്റെ ഒരു നോട്ട് കേട്ടോ. ഇവിടെ എഴുതണം കേട്ടോ, മറക്കരുതേ. ഇനി ഇവിടെ നോക്കൂ, മോളെന്താ പറയുന്നുണ്ട്? എൻ്റെ കയ്യിൽ 50, 100, 500, 1000 ഇങ്ങനെയുള്ള നോട്ടുകളാണ്. ഓരോന്ന് എത്ര എണ്ണം വീതം എടുത്താൽ 1500 രൂപയാവും. മോക്കൊരു ഡൗട്ട്, മോക്ക് അറിയില്ല, പറഞ്ഞു കൊടുക്കണം കേട്ടോ. നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ, നമുക്ക് പറഞ്ഞു കൊടുക്കാം അല്ലേ? യെസ്, 100ൻ്റെ നോട്ട് അത് കള്ളി വരച്ചിട്ടാണ് എഴുതേണ്ടത്. ഞാൻ ആ കള്ളിയൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കള്ളി അതുപോലെ വരച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ താഴെ വേറെ 2 രീതിയിൽ എഴുതാം അല്ലേ? വാട്ട് ഇഫ് ആൾ ആർ 100 റുപ്പീസ് നോട്ട്. വെറും കയ്യിൽ എല്ലാം 100 രൂപ നോട്ടാണ് കരുതുക. എത്ര 100 രൂപ നോട്ട് എടുക്കണം? 1500-ന് എത്ര? 15 എണ്ണം അല്ലേ? ഇനി കയ്യിലുള്ളത് മുഴുവൻ 50 രൂപ നോട്ടാണെങ്കിലോ എത്ര എണ്ണം എടുക്കണം? എത്ര 50 രൂപ നോട്ട് എടുക്കണം? യെസ്, 20 എണ്ണം മതിയോ? പോരാ. 25 എണ്ണം മതിയോ? പോരാ. എത്ര നോട്ട് വേണം? 30 50 രൂപയുടെ നോട്ട് വേണം അല്ലേ? 30 എണ്ണം വേണം 50 രൂപയുടെ നോട്ട്. അപ്പോഴേ എന്താവുള്ളൂ? 1500 ആവുള്ളൂ. അങ്ങനെ എഴുതാം. നമുക്ക് 2 രീതിയിൽ എഴുതാം കേട്ടോ. ഞാനത് എഴുതിയിട്ട് നോട്ടാക്കിയിട്ട് തരാം. നിങ്ങൾ കൃത്യമായിട്ട് അത് എഴുതിയെടുത്താൽ മതി. കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നോട്ട് എഴുതാൻ. ഓക്കെ.